ഞാൻ ഈ നിൽക്കുന്ന ഈ ഗ്രാമം ഫത്തേപൂർ ഗ്രാമമാണ്. ഇതാണ് ഫരീദാബാദിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത സ്ഥലം. എനിക്ക് പിന്നിലായി നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ആ വീടിനുള്ളിലാണ് 2900 കിലോഗ്രാമോളം സ്ഫോടന വസ്തുക്കൾ ഉണ്ടായിരുന്നത്. ആ വീടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററിലധികം ദൂരം മാത്രമാണ് അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഉള്ളത്. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഡോക്ടർ മുസമ്മിലാണ് ഈ വീടിനുള്ളിൽ താമസിച്ചിരുന്നത്. ഈ വീടിനുള്ളിലെ ഒരു മുറിയിലാണ് 2900 കിലോഗ്രാമോളം സ്ഫോടന വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ദൃശ്യം, അതായത് ഒരു വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നു. തൊട്ടടുത്തുള്ള ഈ ജനൽ വഴി കാണുന്ന ഈ മുറിക്കുള്ളിലാണ് ഈ വസ്തുക്കളെല്ലാം തന്നെ സൂക്ഷിച്ചിരുന്നത്. ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ തന്നെ ഈ വൈക്കോലടക്കമുള്ളവ നിലത്ത് വിരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഈ സ്ഫോടന വസ്തുക്കൾ, ഇത്രയും അധികം കിലോഗ്രാമോളം സ്ഫോടന വസ്തുക്കൾ പൂർണ്ണമായും സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം ഇതിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കൂടുതലായി ആളുകൾ എത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അതായത് മുസമ്മിൽ മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത് എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നീടുള്ള ഘട്ടത്തിലെല്ലാം തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇവിടെ രാത്രിയൊക്കെ തന്നെ ആളുകളുണ്ടായിരുന്നു. കാരണം ഉത്തരേന്ത്യയിൽ തണുപ്പിൻ്റെ ഒരു സമയമാണ്. അവരെല്ലാം തന്നെ ഇവിടെ ഒരുപക്ഷെ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കാം, തീ കാഞ്ഞിരുന്നിട്ടുണ്ടാവാം. അതിനുള്ള ദൃശ്യങ്ങളാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ഈ മുറിക്കുള്ളിൽ ഇവിടെ ആളുകൾ ഇരുന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനുള്ളിലുള്ള അടുത്ത മുറി, ആ മുറിയിലാണ് കൂടുതൽ ഒരുപക്ഷെ മറ്റ് സാധനങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് പക്ഷേ ആൾക്കാർ മറ്റു രീതിയിൽ പെരുമാറിയതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. തട്ടുകളൊക്കെയുള്ള ഒരു മുറിയാണ്. ഒപ്പം തന്നെ ഒരു വലിയ ജാർ പോലത്തെ സംവിധാനമുണ്ട്. ഇതിൽ ചില വസ്തുക്കൾ, പ്രത്യേകിച്ച് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നെല്ലടക്കമുള്ള ഗോതമ്പ് ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ അകത്ത് അടുത്ത മുറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ആളുകൾ താമസിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ഡോക്ടർ മുസമ്മിൽ അതുപോലെ തന്നെയുള്ള മറ്റുള്ളവരൊക്കെ തന്നെ താമസിച്ചിരുന്നതാണ്. മുസമ്മിൽ മാത്രമാണ് ഇതിനകത്ത് ഉള്ളതെന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷേ ഒരുപക്ഷെ മറ്റാളുകൾ ഇവിടെ വന്നു പോയിട്ടുണ്ടാകാമെന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത മുറി, ആ മുറിയിലാണ്, നോക്കൂ, ആ മുറിയിൽ കട്ടിലിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ കിടന്ന് ഉപയോഗിച്ചിരുന്നതിൻ്റെയൊക്കെ എല്ലാ തെളിവുകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന് താഴത്തെ തൊട്ടടുത്ത് ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഹീറ്റർ സംവിധാനം അടക്കം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹീറ്ററിൽ തന്നെ ഇത് ഭക്ഷണം ഉണ്ടാക്കാൻ കൂടി ഉപയോഗിക്കാവുന്ന കണക്കിൽ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള സംവിധാനങ്ങളാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്ത്, അതാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ട അതേ മുറി, ആ മുറിയാണ് ഈ പ്രധാനപ്പെട്ട മുറി എന്ന് പറയുന്നത്. ഈ മുറിക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ കൃഷിയുടെ ഭാഗമായി നെല്ലിൻ്റെയും മറ്റും അത് വൈക്കോലിൻ്റെയൊക്കെ ഇതിനെ അവശിഷ്ടങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മുറിക്കകത്താണ് പൂർണ്ണമായും ഈ 2900 കിലോയോളം വരുന്ന സ്ഫോടന വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. ഈ ചാക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇതിൽ നിന്നാണ് അത് മുഴുവൻ കണ്ടെത്തിയത്. ഇതിൽ തന്നെ ഉണ്ടായിരുന്ന സ്ഫോടന വസ്തുക്കളാണോ പൂർണ്ണമായി ഇതിൽ നിന്ന് എടുത്തതാണോ ഈ ഡൽഹിയിലെ ആക്രമണത്തിൽ, റെഡ് ഫോർട്ടിലെ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. ഇവിടെ ഇതിന് പരിസരത്ത് 2 ബാത്റൂം സംവിധാനങ്ങളൊക്കെ തന്നെ ഇതിനോട് ചേർന്നൊക്കെ തന്നെയുണ്ട്. ഇതൊക്കെ തന്നെ ഇവർ ഉപയോഗിച്ചിരുന്നതാണ്. ഇതിന് മുകളിലേക്ക് കയറാവുന്ന ഒരു വലിയ ഒരു പടിയുണ്ട്. അത് കയറിക്കഴിഞ്ഞാൽ ഈ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരുപക്ഷെ ഈ ഹരിയാന ഗ്രാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ കാണാൻ കഴിയും. ഈ കൃഷിയിടങ്ങളും ഒക്കെ തന്നെ ഉള്ള സ്ഥലമാണ്. ആ കൃഷിയിടത്തിന് നടുവിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിജനമായ ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. കൃഷി ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഇതിന് തൊട്ടടുത്ത് ഇതിനോട് ചേർന്ന് മറ്റു വീടുകളല്ല. ഒരുപക്ഷെ ഇവിടേക്ക് എത്തിയ ആരും തന്നെ അങ്ങനെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക് പോലും കാണാൻ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇത്രയും ഇതിങ്ങനെ പരന്ന് കിടക്കുന്ന കൃഷിഭൂമിയാണ്. ഇതിന് സൈഡിലായി വശത്തായാണ് ഈ വീടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആരൊക്കെ വന്നു പോകുന്നു, ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകൾ അവർ നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച ഒരു വ്യക്തത ഒരുപക്ഷെ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. ഏതായാലും ഇവിടെ രാത്രിയും മറ്റും ഇതിന് പുറത്ത് ഇരുന്നതിൻ്റെ ലക്ഷണമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇതിന് മുകളിൽ ഒരു കട്ടിൽ കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ രാത്രി സമയങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഇരുന്നിട്ടുണ്ടാകാം. ഇവിടെയാണ് ഇതിൻ്റെ ഒരു വലിയ തരത്തിലുള്ള ഒരു ആസൂത്രണം നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാന ഘട്ടമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഫത്തേപൂർ ഗ്രാമത്തിലെ ഈ വീട് തന്നെയാണ്. ഈ വീട് കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ആസൂത്രണങ്ങളും ഒപ്പം തന്നെ സ്ഫോടന വസ്തുക്കളൊക്കെ തന്നെ സൂക്ഷിച്ചിരുന്നത്. ഒരുപക്ഷെ നമുക്ക് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2900 കിലോഗ്രാം സ്ഫോടന വസ്തുക്കൾ
ഒരു പക്ഷേ ഇത് അന്വേഷണ സംഘത്തിന് അത് വേണ്ട രീതിയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നു, എന്താകുമായിരുന്നു സ്ഥിതി എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. പക്ഷേ വളരെ കൃത്യമായ ഒരു അന്വേഷണം അതിലേക്ക് പോയി. അതിനെല്ലാം തന്നെ ATSന്റെ നിർണായക നീക്കങ്ങളാണ്. ജമ്മു കാശ്മീർ പോലീസ് കഴിഞ്ഞ 1.5 മാസമായി ഡൽഹിയിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും കേന്ദ്രീകരിച്ച വലിയ തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ്, അതിന്റെ തുടർ നീക്കങ്ങൾ തന്നെയാണ് ഇതിലേക്കൊക്കെ തന്നെ എത്തിയത്. ആദ്യം ഭോപ്പാലിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് നടത്തിയ ഒരു ഓപ്പറേഷൻ, അതിൽ നിന്ന് 2 ഡോക്ടർമാരെ പിടികൂടുന്നു. അതിൽ തന്നെ അതിന്റെ ആദ്യഘട്ടം എന്ന് അത് തന്നെയാണ്. പ്രധാനമായും അവരിൽ നിന്ന് ലഭിച്ചവരെന്ന് പറഞ്ഞാൽ അവർ ചാവേറാകാനുള്ള പരിശീലനം ലഭിച്ചവരാണ് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വിവരം. അതിനെ തുടർന്നുള്ള അന്വേഷണമാണ് പുൽവാമയിലേക്ക് നീങ്ങുന്നു. അവിടുന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണ് ഹരിയാനയിലേക്കും ഒപ്പം തന്നെ ഉത്തർപ്രദേശിലേക്കും വരുന്നത്. അവിടെ നിന്നാണ് സഹാറൻപൂരിൽ നിന്ന് ഫരീദാബാദിലേക്ക് അന്വേഷണം നീളുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അന്വേഷണ രീതി തന്നെ മാറുന്നത്. അവിടെ വെച്ച് ഉത്തർപ്രദേശ് ATSും ഒപ്പം തന്നെ ഹരിയാന ATSും സംയുക്തമായി ഈ ജമ്മു കാശ്മീർ പോലീസിനൊപ്പം ചേരുന്നു. ഈ കിട്ടിയ വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറുന്നു. അങ്ങനെ നടത്തിയ വളരെ കൃത്യമായൊരു നീക്കമാണ് ഈ സ്ഫോടന വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന തരത്തിലേക്കും ഒപ്പം തന്നെ മറ്റ് നീക്കങ്ങളിലേക്കും പോയത്. ഈ വീട്ടിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ 4.1 കിലോമീറ്ററാണ് ഈ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള. തൊട്ടടുത്തൊരു 300 മീറ്റർ അപ്പുറത്താണ് നേരത്തെ 360 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് പിടിച്ച മുറിയുള്ളത്. ആ മുറിയിലാണ് ഡോക്ടർമാർ താമസിച്ചിരുന്നത്. സ്വാഭാവികമായും ഈ 2 വീടുകൾ, ഒരു മുറിയും ഈ വീടുമാണ് ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത്. ഏതായാലും ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ ദുരന്തത്തിൽ നിന്ന് അല്ലെങ്കിൽ വലിയ സ്ഫോടനത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റ് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അവസാന നിമിഷവും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ഫരീദാബാദിൽ നിന്നും KK പ്രശാന്ത്, അമൃത ന്യൂസ്.